ബെത്ലഹേം കുടുംബ യൂണിറ്റ് ഒരു വെരി ഗുഡ് ഫിലിം എന്ന് തന്നെ പറയാൻ പറ്റിയൊരു മൂവിയാണ്. ഒരു 2.25 മണിക്കൂർ ഉള്ള ഡ്യൂറേഷനിൽ എവിടെയും കാര്യമായ ലാഗൊന്നും ഇല്ലാതെ നല്ലൊരു നറേഷനായിട്ട് മുന്നോട്ട് പോകുന്നൊരു പടമാണ്. ഭീകര സ്റ്റോറി ലൈനൊന്നും ഈ പടത്തിനില്ല. ഒരു വേഫർ തിൻ പ്ലോട്ടിലാണ് ഈ പടം വെച്ചിട്ടുള്ളത്. പക്ഷേ എന്നാൽ പോലും അതിലുള്ള ഓരോ കോമഡീസ്, ഓരോ സിറ്റുവേഷൻസ്, ആക്ടിങ് ഇതെല്ലാം അടിപൊളിയായത് കാരണം നമുക്ക് ഇതിനെ കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവിയായിട്ട് മാറുന്നുണ്ട് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ഇതിൽ മറ്റൊരു USP അല്ലെങ്കിൽ എടുത്തു പറയേണ്ട ഒരു ഫാക്ടർ ഇതിൻ്റെ മ്യൂസിക്കാണ്. നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ട് തന്നെയാണ് ആ മ്യൂസിക്കും ഈ പടത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ആക്ടിംഗ് വൈസ് ആണെങ്കിൽ നിവിൻ്റെ ചില സീൻസൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു ക്യൂട്ട്നെസ്സൊക്കെ വരുന്ന കുറച്ച് സീൻസൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല നല്ല രീതിയിൽ തന്നെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് പ്രേക്ഷകർക്ക്. ഈ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് ഈസ് വെരി ഗുഡ്, സെക്കൻഡ് ഹാഫ് ഈസ് ഓൾസോ ഈക്വലി ഗുഡ്. അങ്ങനെ മോശമാവുന്നൊരു വരുന്നില്ല. പിന്നെ ഒരുപാട് പടങ്ങളുടെ റെഫറൻസസ് ഈ പടത്തിൽ വരുന്നുണ്ട്. ഇപ്പോൾ കാന്താര റെഫറൻസ് വരുന്നുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് റെഫറൻസസ് വരുന്നുണ്ട് ഈ പടത്തിൽ. അതെല്ലാം നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, പ്ലേസും ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ഫാമിലിയായിട്ട് കുറച്ചുകൂടി നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ മൂവിയാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ ഫാമിലി എന്ന് പറയുമ്പോൾ സ്പെസിഫിക്കലി ചെറിയ കുട്ടികളായിട്ടൊന്നും തിയേറ്ററിൽ പോകാതിരിക്കുക. അതെടുത്ത് പറയാനുള്ള കാരണം, ഇന്ന് ഞാനിപ്പോൾ തിയേറ്ററിൽ പോയി പടം കണ്ട സമയത്ത് ബാക്കിലൊരു കുട്ടി ഇരുന്ന് കരച്ചിലായിരുന്നു. ഇപ്പോൾ ഈ ചെറിയ കുട്ടികളുടെ ഈ സൗണ്ടിനില്ലേ, ഇപ്പോൾ ഈ തിയേറ്റർ സൗണ്ടൊക്കെ അവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അത്യാവശ്യം സംശയമുണ്ട്. സോ കുട്ടികളെയല്ല പറയേണ്ടത്, അത് കൊണ്ടുപോകുന്ന പേരൻസിനെ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ബാക്കിയുള്ളവരുടെ മൂവി ആസ്വാദനത്തെ പോലും ബാധിക്കുന്ന രീതിയിലാണ് ഈ കുട്ടികളുടെ കരച്ചിലൊക്കെ വരുന്നത്. ഫസ്റ്റ് ഹാഫിൽ പല ഇമ്പോർട്ടൻറ്റ് സീൻസൊക്കെ വരുമ്പോഴും ഈ കുട്ടികളുടെ കരച്ചിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. സെക്കൻഡ് ഹാഫിൽ ഫോർ സം റീസൺ കുട്ടി കരഞ്ഞില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ അങ്ങനെ മൂവി ബാക്കിയുള്ളവരുടെ മൂവി എക്സ്പീരിയൻസിനെ ഇതാക്കുന്ന രീതിയിൽ പോവാതിരിക്കുക. ഇത് പാരൻസിനോടുള്ളൊരു ഗൈഡൻസ് എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ പടത്തിനെ ബേസിക്കലി പറയാനാണെങ്കിൽ ഒരു 4.5 ഔട്ട് ഓഫ് 5 റേറ്റിംഗ് ഞാൻ കൊടുക്കും. കാരണം ഉണ്ട്, ഇപ്പോൾ ഈ ഒരു ജോണറിൽ പറയാൻ പറ്റിയതിൽ നല്ല രീതിയിൽ എൻഗേജിങ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈ പടം. ഗോ ഫോർ ഇറ്റ്, ഇറ്റ് വിൽ ബി എ ബ്ലാസ്റ്റ് ഇൻ ദിസ് തിയേറ്റേഴ്സ് ഇൻ ദിസ് ഓണം സീസൺ. അതെനിക്ക് ഏകദേശം ഉറപ്പാണ്. ഗോ ഫോർ ഇറ്റ്.